നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുധിക്ക് വലിയ ഡീലർഷിപ്പൊക്കെ ഒരു കമ്പനിയുടെ ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ വിളിക്കുകയാണ്. അയാൾ വിളിച്ചിട്ട് സുധിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഞാൻ വലിയ ഡീലർഷിപ്പും കാര്യങ്ങളും തന്നായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, സച്ചിയല്ല സോറി സുധി പറഞ്ഞു, ആ അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ കമ്പനി നല്ല രീതിയിലൊന്നുമല്ല. കാരണം കമ്പനിക്ക് അത്ര വലിയ പുരോഗതിയൊന്നും ഇല്ല സാറേ. കമ്പനി ഇത്ര ഡള്ളാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കമ്പനിക്ക് വേണ്ടി നല്ലൊരു പരസ്യമൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു പരസ്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കമ്പനിയെക്കുറിച്ച് 4 പേര് അറിയുമൊക്കെ വേണ്ടേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ബിസിനസ് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, അതിന് കുറച്ച് ക്യാഷ് ആകത്തില്ലെന്ന് ചോദിച്ചു. കാരണം ഒരാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം പരസ്യത്തിൽ, അപ്പോൾ കുറേ പൈസയാവും. എന്തിനാണ് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുന്നത്? തൻ്റെ വീട്ടിൽ തന്നെ ആൾക്കാരില്ലേ? വലിയ വലിയ നടീ നടന്മാരെ ഒന്നും കൊണ്ടുവന്ന് പരസ്യത്തിൽ അഭിനയിപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തം കടയല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, വീട്ടിലുള്ളവരെ വെച്ച് തന്നെ അഭിനയിപ്പിച്ചാൽ മതി. പിന്നെ അതിനുള്ള പണവും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷം. ആഹാ, അരവിന്ദ് സാർ അങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ സുധി വീട്ടിൽ വന്നിട്ട് തൻ്റെ പരാധീനങ്ങളൊക്കെ പറയണം. അതെ, കമ്പനിക്ക് പഴയതുപോലൊന്നുമല്ല. ഇപ്പം കമ്പനി ഡള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഒരു പരസ്യം ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അത് നല്ല കാര്യമാണല്ലോ, എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പരസ്യത്തിൽ ആരാ അഭിനയിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് സുധി പറയണേ, അതെ, നമ്മളെല്ലാവരും കൂടെ അഭിനയിച്ചാൽ പോരെ, ഈ വീട്ടിലുള്ളവരെ വെച്ചൊരു പരസ്യം ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കണേ. പക്ഷേ സച്ചി ശ്രീകാന്തൊക്കെ എതിർത്തു. ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു, എടാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അവന് മെച്ചമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. സച്ചി പിന്നെ എതിർക്കാൻ പോയില്ല. എങ്ങനെയെങ്കിലും നന്നായി പോണം, നന്നായി പോട്ടെ, അങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുവാണെങ്കിൽ അച്ഛൻ്റെ അടിച്ചുകൊണ്ട് പോയ പണം തിരികെ തരുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ. അങ്ങനെ ഒടുവിൽ അവരൊക്കെ സമ്മതിച്ചു. അങ്ങനെ പരസ്യം പിടിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ പോവാണ്, അഭിനയിക്കാനായിട്ട്, പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട്. ആ സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അയാൾ വന്നാണ് പരസ്യം പറഞ്ഞ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണേ. അങ്ങനെ ഓരോരുത്തരായിട്ട് കടയിൽ വെച്ച് ഇങ്ങനെ അഭിനയിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം രവീന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അതിൻ്റെ പേരിൽ രവീന്ദ്രനെ കുറേ ചീത്ത പറയുന്നുണ്ട്. നിങ്ങളിതെന്താ ഇങ്ങനെ അഭിനയിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ചീത്ത പറയാം. സച്ചിക്ക് സഹിക്കും അത്. കാരണം തൻ്റെ അച്ഛനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ കുറേ ചീത്ത പറയണം. അയാൾ പറഞ്ഞു, അതെ, വെറുതെ ഒന്നും അല്ലല്ലോ, നിനക്ക് പൈസ തന്നിട്ടല്ലേ നിങ്ങളെ വിളിച്ച് അഭിനയിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നത്, സുധിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്ന്. പണോ? ഞങ്ങൾക്ക് ആർക്കും പൈസ ഒന്നും തന്നിട്ടില്ലെന്ന് സച്ചി പറഞ്ഞു. എന്നാൽ ഞങ്ങളോട് ചോദിക്കണ്ട, ഇതിനെ ഓണറോട് തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഒടുവിൽ സുധീനെ സച്ചിയും ശ്രീകാന്തും എല്ലാവരും കൂടെ എടുത്തിട്ട് കൈകാര്യം ചെയ്യണം. സുധിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഒരാൾക്ക് 25,000 രൂപ വെച്ചാൽ അഭിനയിക്കാൻ വേണ്ടി കൊടുത്തിരുന്നേ. ആ പണം അവൻ മുക്കുക ചെയ്തേ. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒടുവിൽ സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നു. രവീന്ദ്രൻ പറഞ്ഞു, എടാ ഇത്രയും കാലം നീ എല്ലാവരും പറ്റിച്ചു, വീണ്ടും പറ്റിക്കാൻ നിനക്ക് നാണമില്ലടാ. ഓ, നീ എൻ്റെ മോൻ തന്നെയാണോടാ? എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ. ഇത്ര വൃത്തിയായിട്ടവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല, എല്ലാം ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നാണം ഉണ്ടോടാ നിനക്ക്? കുറേ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു, അച്ഛാ ഞാൻ കൂടുതലൊന്നും വേണ്ടണ്ട. ശ്രീകാന്ത് സച്ചിയൊക്കെ പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പണം ഞങ്ങൾക്ക് തരണം. അങ്ങനെ ഒടുവിൽ അവർക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സമയം ചന്ദ്രമതിക്ക് മാത്രം 15,000 കൊടുത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം സുധി പറഞ്ഞു, തലേ ദിവസം ഞാൻ അമ്മയ്ക്ക് 10,000 കൊടുത്തായിരുന്നു. ചന്ദ്രമതി ആൾ കേമിയ ആ 10,000 മേടിച്ച് കീശയിലിട്ടു, എന്നിട്ടൊന്നും മിണ്ടാതിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ എൻ്റെ ഭാര്യ തന്നെയാണോടി? ഇത്രയും വലിയൊരു കള്ളത്തരം കാണിക്കാണ്ട് മോനോടൊപ്പം കൂട്ടു നിൽക്കുന്നവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത രവീന്ദ്രൻ ചന്ദ്രമതിയും പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ചന്ദ്രമതിക്ക് തിരിച്ചു വന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ സച്ചിക്കും രേവതിക്കും ഒക്കെ സന്തോഷമായി. കാരണം അവര് കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. പിന്നീട് ഭാമയെ കാണാനായിട്ട് രേവതി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൂ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഭാമ രേവതിയോടാണ് പൂ വാങ്ങിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൂ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം ഭാമയോട് ചോദിച്ചു, നിനക്ക് വേറെ ആരുടെങ്കിലും പൂ മേടിക്കാനില്ലേ, ഇവളുടെ ഇന്ന് മാത്രമുള്ളോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. ഭാമ പറഞ്ഞു, അവൾ നന്നായിട്ട് പൂ കിട്ടുന്നത്, നല്ല തിക്കായിട്ട് കിട്ടും, അതുകൊണ്ട് ഇത്തിരി ഒന്ന് വാടിയാലും ഒരു ഭംഗിക്കുറവൊന്നും ഉണ്ടാകത്തില്ല, നല്ല ഭംഗിക്ക് തന്നെയാന്ന് പറഞ്ഞു. പക്ഷെ അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ജോലിക്കാരി അവിടെ ഇല്ലായിരുന്നു ഭാമയുടെ വീട്ടിൽ. അപ്പോഴേക്കാണ് മഴ വരാൻ പോകുന്ന കണ്ടേ.
ടെറസിൽ കുറെ തുണിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാമ ഇത് എടുക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, അത് അവള് പോയി എടുത്തോണ്ട് വന്നോളൂ. രേവതി നീ ആ പോയി തുണി എടുത്തോണ്ട് വന്ന് എല്ലാം കൂടെ മടക്കി അങ്ങോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. രേവതിയോട് അത് പറഞ്ഞപ്പോൾ ഭാമയ്ക്ക് സങ്കടമായി. തന്റെ വീട്ടിൽ വന്നു ആ കൊച്ചു ജോലി ചെയ്യാന്ന് പറഞ്ഞാലേ. ഭാമ എതിർത്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അവൾ ചെയ്തെന്ന് ഓർത്തോണ്ടേ അവളുടെ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല, ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ രേവതി അകത്തേക്ക് പോയി ടെറസിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതെല്ലാം മടക്കി അലമാരിക്കകത്ത് കയറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് ഭാമയുടെ വീട്ടിലേക്ക് ഈ സാരിയൊക്കെ വിൽക്കാനായിട്ട് ഒന്ന് രണ്ട് ചേച്ചിമാർ വരുന്നത്. അങ്ങനെ അവരിതെല്ലാം കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കും ഇഷ്ടപ്പെട്ടു. ചന്ദ്രമതി 2-3 സെലക്ട് ചെയ്തു. പിന്നീട് ഭാമയോട് നീ ഒരു കാര്യം ചെയ്യുക, ആ ക്യാഷ് എടുത്തുകൊണ്ട് അലമാരിക്കകത്തിരിക്കുന്നത് അതിനകത്ത് നിന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഭാമ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പണമില്ല അവിടെ. ഒരു നിമിഷം ഭാമ ഞെട്ടിപ്പോയി. ഭാമ പിന്നീട് ചന്ദ്രമതി വന്നിട്ട് പണമില്ല എന്നുള്ള കാര്യം പറയണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്ത ടെൻഷനായി. പിന്നീട് സാരി വേണ്ടെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ എങ്കിൽ ചന്ദ്രമതി പറഞ്ഞു, ഇത് അവളാണ്, രേവതിയാണ്, അവളാണ് ഈ വീട്ടിൽ കയറിയിരിക്കുന്നത്, അവളാണ് ഇത് എടുക്കുള്ളൂ എന്നും പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭാമയ്ക്ക് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരിക്കലും രേവതി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവളുമല്ല. പക്ഷേ എങ്കിൽ ചന്ദ്രമതി വട്ടം തർക്കിക്കോ, ഇത് അവൾ തന്നെയാണ്, അവൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒടുവിലെ ഭാമ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ഇത് അവൾ കേട്ടിട്ടുണ്ട്, അവൾക്ക് വിഷമാവെന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞു, അതെ നീ എനിക്കുള്ള ആ ചായയൊക്കെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ അവളോട് പറഞ്ഞു, നിനക്ക് പോയി എടുക്കാൻ മേലെ, നിനക്ക് കയ്യില്ലേ? രേവതി ഇപ്പം വന്നോളൂ, പൂ കൊണ്ട കൊടുക്കാനൊക്കെ പോയിട്ട്. അവൾക്ക് എന്ത് പണിയാന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. വർഷയെ ശ്രീകാന്തും വന്നു. ഈ സമയത്ത് ചന്ദ്രമതി പതുക്കെ ഭാമയ്ക്ക് മിസ് കോൾ അടിക്കണം. അപ്പം ഭാമ ഓർത്തി, ഇവളെന്തിനാ തനിക്ക് മിസ് കോൾ അടിക്കുന്നത്, ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. എന്തായാലും വിളിച്ചു നോക്കാന്ന് കരുതി വിളിച്ചു നോക്കി. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഭാമേ എന്താ ഭാമയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, നീ അല്ലേ എന്നെ വിളിച്ചേ, നീ എനിക്ക് മിസ് കോൾ അടിച്ചെന്തിനാ, അതറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. കാണുന്നില്ലെന്നോ? 2 ലക്ഷം രൂപയോ? ചന്ദ്രമതിയുടെ അഭിനയം വരുന്നത്. കാരണം ഭാമ പറയുന്നത് വേറെ കാര്യം, ചന്ദ്രമതി വേറെ കാര്യം. ചന്ദ്രമതി മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, പണം കാണുന്നില്ലെന്നോ? അതെ, 2 ലക്ഷം രൂപ കാണുന്നില്ല. ഭാമ നീ അവിടെയൊക്കെ നോക്കിയോ? നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. എടി അലമാരിക്കകത്തൊക്കെ നോക്ക്, ഇല്ലാന്ന് പറഞ്ഞു. രേവതിയോ? ആണോ? ആണോ, രേവതിയാണോ? അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, എന്താ രേവതിയുടെ പേര് പറയുന്നേ? ഇവളവിടെ മുറി കയറിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ കൊണ്ടേ മുറിക്കകത്തുകൊണ്ട് അലമാരിക്കകത്തുകൊണ്ട് മടക്കി വെച്ചായിരുന്നു. ഇവളെയാണ് ഇപ്പം ഭാമയ്ക്ക് സംശയം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിയെ ഫോണും കൂടെ പിടിച്ചു വാങ്ങി. ഇത് ആൻറ്റി വെറുതെ കള്ളത്തരം പറയില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, പണം എടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഭാര്യ അങ്ങനെയും ചെയ്തിട്ടില്ല, വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, അത് പിന്നെ സച്ചി ഞാനൊന്നും വേണ്ട, ഞാൻ എന്താണല്ലോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഭാമാൻ്റിനെ ഒന്ന് കാണുന്നുണ്ട്, എൻ്റെ രേവതിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഇവളുടെ കുടുംബം മൊത്തത്തിൽ കള്ളന്മാരും കള്ളികളും കണ്ടില്ലേ, അവിടെ പോയി 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു. രേവതി കരയാൻ തുടങ്ങി. രേവതി പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറയാണ്. ശ്രുതിക്ക് ടെൻഷനായി, കാരണം ശ്രുതിയാണല്ലോ പണം അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, പോലീസ് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി, കാരണം ശ്രുതിക്ക് പേടിയാ, പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് വന്ന് പൊക്കും എന്നുള്ള കാര്യം അറിയാം. ഒടുവിൽ രേവതിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. ചന്ദ്രമതിയുടെ നാവല്ലേ, ചന്ദ്രമതിക്ക് നാക്കിൽ ലൈസൻസ് ഇല്ലോ. രേവതിയെ കുറ്റം പറഞ്ഞ് രേവതിയുടെ അച്ഛനും അപ്പൂപ്പന്മാരെ വരെ ചന്ദ്രമതി കുറ്റം പറയാണ്. അവർ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു മുതലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൂടുന്ന രവിയേണ്ണല്ലേ, എന്നിട്ട് അനുഭവിച്ചോ. വീട്ടിലെ കള്ളത്തരങ്ങൾ പോരാഞ്ഞിട്ട് ഇപ്പം നാട്ടിലധികം കക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളല്ലേലും അങ്ങനെയാ. രവീന്ദ്രന് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. രവീന്ദ്രൻ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞു. പിന്നീട് രേവതിയെ കൊണ്ടുപോയി സത്യ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രീകാന്തും വർഷമൊന്നും വിശ്വസിച്ചില്ല, അവർക്കറിയാം രേവതി അങ്ങനെ ചെയ്യില്ല എന്ന്. ആശ്വസിപ്പിച്ചിട്ടുണ്ട്, നീ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ഭാമയെ കാണാനായിട്ട് സച്ചി പോയി. അങ്ങനെ ഭാമയെ പോയി കണ്ട് ഭാമയോട് കാര്യങ്ങൾ തിരക്കുവാണ്. ആൻറ്റി, രേവതി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും കാലം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു മുട്ടുസൂചി പോലും അവൾ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഭാമാൻറ്റി എന്താ ഇങ്ങനെ പറയണേ, ആൻറ്റിക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാനായിട്ട്? അപ്പോഴേക്കും ഭാമ പറഞ്ഞു, അത് പിന്നെ സച്ചി ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, ആൻറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജീവനായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു ആൻറ്റിയോട്, എന്നിട്ടാണ് ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ. ആൻറ്റി ദൈവം തമ്പരാൻ പോലും പൊറുക്കില്ല, അവളുടെ മേലെ കള്ളങ്ങൾ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത്രയ്ക്ക് പാവാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, അത് പിന്നെ സച്ചി സാരമില്ല, ഇപ്പം തന്നെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക, ഒരു കാര്യം ചെയ്യുക, പണം കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് ആൻറ്റി കംപ്ലൈൻറ്റ് കൊടുക്കുക, പോലീസ് എന്നെ കണ്ടുപിടിക്കട്ടെ, എന്തായാലും എൻ്റെ ഭാര്യയുടെ തല കുറ്റം കിട്ടിയൊക്കെ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. ഭാമ പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ?
ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്താൽ ശരിയാകത്തില്ല. ആ ചന്ദ്രയുടെ പൈസയല്ലേ എന്ന് ചോദിച്ചു. അമ്മയുടെ പൈസ? അതെങ്ങനെ അമ്മയുടെ പൈസയോ? പെട്ടെന്ന് ഭാമയ്ക്ക് അബദ്ധം മനസ്സിലായി. പിന്നീട് ഭാമ സത്യാവസ്ഥ പറയണം. അതെ, ചന്ദ്രയ്ക്ക് ആ പൈസ കിട്ടിയത് വക്കീൽ കൊടുത്താണ് ശരത്തിന് മേലുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. അമ്മ ഇത്രയ്ക്ക് ദുഷ്ടയാണോ എന്ന് ചിന്തിച്ചു പോയി. 2 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് അമ്മ ഇരിക്കുന്നു. അതും ഭാമാൻ്റെ വീട്ടിൽ വെച്ചിട്ട് അമ്മ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവിടെ വന്ന് അഭിനയിക്കുന്നു. ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സച്ചിക്ക്. സച്ചി നേരെ വീട്ടിലേക്ക് എന്നിട്ട് എല്ലാവരെയും കൂടെ വിളിപ്പിച്ചു. എല്ലാവരും വന്ന് നിൽക്കുവാണ് ഇങ്ങനെ. ആ സമയം സച്ചി പറഞ്ഞു, ആ പണം മോഷ്ടിച്ചാലാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അതാരടാ? അത് രേവതിയാന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതി ഞെട്ടി. ശ്രുതിക്കാണ് ആകെപ്പാട് ടെൻഷനായിരുന്നു. തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടെന്നോർത്ത ശ്രുതി നിന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യം പറയണേ, അതെങ്ങനെ രേവതിയാവും? താനില്ല ആ പണം മോഷ്ടിച്ചേ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടൻ എന്താ പറയണേ? ഞാൻ ആ വീട്ടിൽ പോയെന്നുള്ള നേര് തന്നെയാണ്. പക്ഷെ ഞാൻ പണം മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മേനെ നല്ല രീതിയിൽ വളർത്തിയെന്നൊക്കെ പറഞ്ഞു. സച്ചയൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. അച്ഛാ ഇവളാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അനാവശ്യം പറയരുത്. രേവതി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്തും വർഷയൊക്കെ എതിർത്തു. രേവതി ചേച്ചി അത്രക്കാരിയല്ല, അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. രേവതി ചേച്ചി ഒരിക്കലും അത് മോഷ്ടിക്കില്ല, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എങ്കിൽ ചന്ദ്രമതി വിട്ടില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധിയും ബോധം ഉണ്ടായല്ലോ. നിന്റെ ഭാര്യയുടെ കള്ളത്തരം കണ്ടുപിടിച്ചല്ലോ. പണമെല്ലാം അടിച്ചു മാറ്റി അവളവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരിക്കും. വീട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുച്ഛം. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. കിട്ടിയൊരു അവസരമല്ലേ കുറ്റപ്പെടുത്തി. ഒടുവിൽ സച്ചി പറഞ്ഞു, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനിരിക്കുമായിരുന്നു ഭാമാൻറ്റി. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എടാ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്ത് രേവതിയെ വന്ന് ചോദ്യം ചെയ്യില്ലേ? ചോദ്യം ചെയ്യട്ടെ, രേവതി എടുത്തെങ്കിൽ രേവതിയെ കൊണ്ടോട്ടെ പോലീസ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കേട്ടിപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ സച്ചി കൂട്ടാക്കില്ല. ആ സമയത്ത് സച്ചി പറഞ്ഞു, എന്തായാലും ഞാൻ ഭാമാൻറ്റിയോട് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഭാമാൻറ്റിയാണ് പറഞ്ഞത്, ആൻറ്റി കൊടുത്തിട്ട് കാര്യമില്ല, അത് അമ്മ കൊടുക്കണമെന്ന്. അതിന് ചന്ദ്ര എന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? അത് അമ്മയുടെ പണമായതുകൊണ്ട് അമ്മ കൊടുക്കണമെന്ന്. ചന്ദ്രയുടെ പണമോ? ചന്ദ്രമതി ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ശ്രുതിയും ഞെട്ടുവാണ്. ദൈവമേ, പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എടാ അതെങ്ങനെയാ ചന്ദ്രയുടെ പണമാവുന്നേ? ചന്ദ്രയുടെ പണം അല്ലല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞല്ലെന്ന്? അത് അമ്മയുടെ പണം തന്നെയാ. എടാ അതിന് ഇവളുടെ എവിടെ നിന്ന് ഇത്രയും പണം? അതൊക്കെ ഉണ്ടച്ചാ, അതൊക്കെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ചന്ദ്രമതി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കാണ് സച്ചി ആ കാര്യം പറയുന്നത്. ആ പണം എങ്ങനെയാ വന്നേന്നറിയാവോ? ശരത്തിന്റെ മേലുള്ള കേസ് പിൻവലിച്ചാന് വക്കീൽ കൊടുത്താന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ ഉണ്ടായി വക്കീലിന് കൊടുത്തില്ലേ, അതിനകത്തുനിന്ന് അമ്മ വാങ്ങിച്ചെടുത്ത പണമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രന് സഹിച്ചില്ല. രവീന്ദ്രൻ ഇങ്ങ് ചാടി എഴുന്നേറ്റു. രവീന്ദ്രൻ ചാടി എഴുന്നേറ്റിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട്, നീ ഇത്രയ്ക്ക് ദുഷ്ടയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഇടി നിനക്ക് എങ്ങനെ തോന്നിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഒരു കാര്യം ചെയ്യാം, അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ വക്കീലിന് കൊണ്ടേ കൊടുത്തില്ലേ ഇവര്? നീ 5 ലക്ഷം രൂപ ഇവർക്ക് ഉണ്ടായി കൊടുക്കണം. ഞാനെന്തിന് പൈസ കൊടുക്കണം? നീ കൊടുത്തേ മതിയാവുള്ളെന്ന് പറഞ്ഞു. പക്ഷെ ചന്ദ്രമതി സമ്മതിച്ചില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണ് ഇനി മുതൽ ഞാനൊരു കാര്യം ചെയ്യും. എനിക്ക് പെൻഷൻ കിട്ടുന്നില്ലേ, അതിനകത്തുനിന്ന് ഒരു തുക ഞാൻ ഇവർക്ക് കൊടുക്കും. അത് മാത്രമല്ല, നാളെ മുതൽ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പോവാ. ജോലി ചെയ്ത് ഞാൻ പണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ആകെപ്പാടെ നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ. ചന്ദ്രമതി പറഞ്ഞു, എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതിക്കൊക്കെ ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രുതി ഓർത്ത്, ദൈവമേ, തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ എന്നൊക്കെ. 5 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും? പിന്നീട് ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ഇളയച്ചനെ വിളിക്കുക, അല്ലെ അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ചിട്ട് പൈസ തരാൻ പറ. എനിക്ക് 5 ലക്ഷം രൂപ ഞാൻ ഇവിടുന്ന് ഉണ്ടായി കൊടുക്കാനാ. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നേൻ്റെ സ്വർണം വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എവിടുന്നേലും വാങ്ങിച്ചിട്ടോ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ശ്രുതിക്കിട്ട് തന്നെയാണ് പണി കിട്ടുന്നത്. നീ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമേ? അതേ ശരിയാകത്തുള്ളൂ മോളെ, എന്നെ രക്ഷിക്കണം. എങ്ങനെയെങ്കിലും നീ പണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രുതി കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. ആ സമയം ശ്രുതി ചോദിച്ചു, പണം എവിടുന്നാ കൊടുക്കുന്നേ? നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടല്ലോ, ആ പൈസ അത് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അതൊന്നും പറ്റില്ല, അതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കെട്ടുതാലി ഞാൻ വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്തോളാം. അതെ, ഞാൻ നിനക്ക് വാങ്ങി തന്നല്ല. ആയിക്കോട്ടെ, ഇനി എനിക്ക് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് ശ്രുതി എന്ത് ചെയ്തു, ഭാമയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നിട്ട് ഭാമയോട് പറഞ്ഞു, ആൻറ്റി കേസും കൂട്ടമായിട്ടൊന്നും പോകുമൊന്നും വേണ്ട, പണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, 2 ലക്ഷം രൂപ ഞാൻ ആൻറ്റിക്ക് തരാം. ആൻറ്റി അതവിടെ വെച്ചിട്ട് പണം അലമാരിക്കകത്തുനിന്ന് കിട്ടി,
അതാരും എടുത്തോണ്ട് പോയതായിരുന്നില്ല, ഞാൻ നോക്കിയതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാമ പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താ മോളെ, അങ്ങനെ കൊടുക്കണേ എന്തിനാ? അതിന് നീയൊന്നും അല്ലല്ലോ പണം എടുത്തിരിക്കുന്നത്. അല്ല ആൻറ്റി, ഇതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. 5 ലക്ഷം രൂപ ആൻറ്റി ഉണ്ടായി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുമെന്ന് പറയണം. വെറുതെ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. കുടുംബത്തിന് സമാധാനമാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അഭിനയിക്കുകയാണ് ശ്രുതി. ഒടുവിൽ ഭാമ പറഞ്ഞു, ഇതുപോലെ നല്ലൊരു മരുമോളെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം ചന്ദ്രമതി. മോള് പണം അങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ താലി വിറ്റ പണം 2 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു. അങ്ങനെ പണം കൊണ്ടുപോയി അലമാരിക്കകത്ത് വെക്കുവാണ്. പിന്നീട് ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത മട്ടി വീട്ടിലേക്ക് പോന്നു. അതിനുശേഷം ശ്രുതിയുടെ കയ്യിൽ കൊണ്ടുവന്ന് 3 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ ഈ പണം അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തിന്? അല്ല, അമ്മ സച്ചിക്ക് കൊടുക്കട്ടെ. അമ്മ കൊടുക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞേ. അതിന് ഈ പണം നീ എവിടെ നിന്നുണ്ടാക്കി? നിന്റെ കഴുത്തെ മാല കിടക്കുന്നുണ്ടല്ലോ. അതെ, ഇത് അതേപോലെ തന്നെ ഗോൾഡ് കവറിങ് ഞാൻ വാങ്ങിച്ചിട്ടതാ. പക്ഷെ ആ മാല ഞാൻ കൊണ്ടുപോയി വിറ്റെന്ന് പറഞ്ഞു. വിറ്റെന്നോ? അതെ, വേറെ നിവൃത്തിയില്ലായിരുന്നു പണത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടേ വിറ്റു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ പണം നീ കൊണ്ടേ കൊടുക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പ്രശ്നമാവും. എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല പറഞ്ഞു. ഒടുവിൽ സുധി ആ പണം രവീന്ദ്രൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഏൽപ്പിക്കണം. ഇതാച്ചാ പണം, 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ? അതെ, ഇത് അമ്മ കൊടുക്കാന്ന് പറഞ്ഞു, അമ്മ തരാന്ന് പറഞ്ഞിട്ടുള്ള പണമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാമ ചന്ദ്രമതിയെ വിളിച്ചു. ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്രെ, വീട്ടിൽ അലമാരിക്ക് എത്തുന്ന 2 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് സമാധാനം സന്തോഷമായി. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയോട്, നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട്, അമ്മയുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാന്നുള്ള കാര്യം. അപ്പോഴാണ് രേവതിക്ക് ഒരു സമാധാനമായത്. പിന്നെ പണം അവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷയൊക്കെ ദേഷ്യപ്പെടുവാണ്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നല്ല ആൻറ്റി, ആൻറ്റി എന്തൊക്കെയാ പറഞ്ഞേ? രേവതി ചേച്ചി മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കും അപ്പോഴാണ് സമാധാനം. കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ, താൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് വ്യക്തമായല്ലോ. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ സച്ചിക്കും രേവതിക്കൊക്കെ കിട്ടി. അങ്ങനെ ശ്രുതിയുടെ താലിമാല വിട്ട് ശ്രുതിക്ക് തന്നെ പണി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.